ബന്ധുക്കളും മിത്രങ്ങളും കൈവിട്ട കാസർഗോഡ് മീഞ്ച പഞ്ചായത്തിലെ നാരായണന് സഹായമായി തീർന്നത് ഒരു മുസ്ലിം വനിതയാണ്. നാരായണന് 2 ഭാര്യമാരും മക്കളും ഒരു സഹോദരിയുമുണ്ട്. ക്യാൻസർ ബാധിച്ച് ഒറ്റപ്പെട്ടു പോയ നാരായണനെ സഹായിക്കാൻ എത്തിയത് കാസർഗോഡ് ഉപ്പള സ്വദേശിയായ ഇർഫാന ഇക്ബാലായിരുന്നു. ചികിത്സിച്ചും ഭക്ഷണവും വസ്ത്രവും നൽകിയും 1 മാസം കൂടെ നിന്ന് പരിചരിച്ചതും ഇർഫാന മാത്രമായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് 2026 ജൂൺ മാസം 25-ന് അദ്ദേഹം മരിച്ചു. വിവരം വീട്ടുകാരെയും ബന്ധുക്കളെയും അറിയിച്ചുവെങ്കിലും ആരും വന്നില്ല. ബന്ധുമിത്രാദികൾ കൈവിട്ടപ്പോൾ ആ പിതാവിൻ്റെ മൃതദേഹം സ്വന്തം മകളുടെ സ്ഥാനത്ത് നിന്ന് മാന്യമായി ഹൈന്ദവ ആചാരപ്രകാരം ചെതയ്ക്ക് തീ വാർന്ന് സംസ്കരിച്ചു. ദൈവം ആഗ്രഹിക്കുന്നത് മതവൈരമല്ല, മനുഷ്യ സ്നേഹമാണ്. യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, തൻ്റെ അടുക്കൽ വന്നതായ ന്യായശാസ്ത്രത്തോടെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കുക. മർക്കോസ് 12:31. പിന്നീട് ഒരു ഉപമയും പറഞ്ഞു. ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു. അവനെ പ്രഹരിച്ചു, അർദ്ധപ്രാണനായ വഴിവെക്കൽ ഉപേക്ഷിച്ചു. ആ വഴിയെ ഒരു പുരോഹിതനും പിന്നീട് ഒരു ലേവ്യനും വന്നു. അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അതായത് അവൻ സ്വജാതിക്കാരനും പുരോഹിതനും പോലും അവനെ അവഗണിച്ചു. എന്നാൽ മറ്റൊരു ജാതിയിലും സമൂഹത്തിലും പെട്ടതും യഹൂദർ വെറുക്കുന്നതുമായ ഒരു ശമര്യക്കാരൻ ആ വഴി വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞു. അടുത്ത് ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് മുറിവുകൾ കെട്ടി തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുപോയി പരിചരിച്ചു. ലൂക്കോസ് സൂചന 10:30-34 വാക്യം. യേശു ന്യായശാസ്ത്രിയോടായി പറഞ്ഞു, നീയും പോയി അതുപോലെ ചെയ്യുക. യഥാർത്ഥ സ്നേഹം മതം നോക്കില്ല, ജാതി നോക്കില്ല, വർണ്ണവും വർഗവും നോക്കില്ല, സാമ്പത്തികം നോക്കില്ല. മനുഷ്യൻ്റെ കണ്ണീര് മാത്രമേ അവർ കാണുകയുള്ളൂ, നിലവിളി മാത്രമേ അവർ കേൾക്കുകയുള്ളൂ. അതാ മഹാപ്രളയകാലത്തും ഓക്കി നാശം വിതച്ചപ്പോഴും ചൂരൽമല ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോഴും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലുകളിൽ കഴിഞ്ഞതായ ആ വ്യക്തികളെ ലക്ഷങ്ങൾ മുടക്കി മോചിപ്പിച്ചപ്പോഴും രോഗികളെയും അഗതികളെയും ചേർത്ത് നിർത്തിയപ്പോഴും ജാതിയോ മതമോ ആരും നോക്കിയില്ല. ഉച്ചഭാഷയിലൂടെ വർഗീയ വിഷം ചീറ്റുന്നവരൊന്ന് ഓർക്കണം, പ്രസംഗത്തെക്കാൾ മഹത്തായ കാര്യം പാവങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നതാണ്. അത് മലയാളികൾക്ക് മാത്രമേ കഴിയൂ. മനുഷ്യരെ സ്നേഹിക്കുമ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത്. സഹോദരി ഇർഫാനയും തൻ്റെ സ്നേഹിതരും നടത്തുന്നതായ ആ വലിയ പ്രവർത്തനത്തിനു വേണ്ടി കർത്താവ് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ഭാവങ്ങളും ഞാൻ അവർക്ക് വേണ്ടി നേരുകയാണ്. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഒരു കാര്യം മറക്കാതിരിക്കുക, ശമരിക്കാർ ഇന്ന് നമ്മുടെ കൂടെ തന്നെയുണ്ട്. നല്ല ശമരിക്കാർ, നല്ല സേവനം ചെയ്യുന്നവർ, മനുഷ്യ സ്നേഹികൾ ഇന്നും ജീവിക്കുന്നത് കൊണ്ടാണ് ഈ നാട് മുടിഞ്ഞു പോകാതിരിക്കുന്നത്.